ഹലോ എവരിബഡി, ഞാൻ രതീഷ്. വെൽക്കം ടു ഹൊറർ ഓഡിയോ ക്ലിപ്സ്. ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ജെൻ ഹോസ്റ്റലിൽ 11-ാം മുറിയിൽ വെച്ചുണ്ടായ ഒരു പ്രേതാനുഭവമാണിത്. ഒരു വ്യക്തിക്ക് കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും പോകുവാൻ കുറച്ച് പ്രയാസപ്പെടും. അങ്ങനെയെങ്കിൽ ഹോസ്റ്റലിൽ ചെന്ന് തങ്ങിയാൽ ഉടൻ തന്നെ അതിനുള്ള അവസരം കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഉടൻ തന്നെ എൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. ഞാൻ അന്നന്ന് പഠിക്കുന്നത് കാരണം എനിക്ക് പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ പ്രൈവറ്റ് കോളേജിലായിരുന്നു എൻ്റെ പഠനം. അങ്ങനെ ഇരിക്കെ ഉടൻ തന്നെ പഠനത്തിന് ശേഷം ഞാൻ രാത്രിയിൽ അത്താഴത്തിന് ശേഷം എൻ്റെ ഗൃഹപാഠങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് 10 മണിക്ക് ശേഷമായിരുന്നു ഞാൻ കിടന്നത്. എപ്പോഴോ ഉറങ്ങി. അർദ്ധരാത്രിയിൽ എവിടെ നിന്നോ ശക്തമായൊരു ഇടിനാദവും മഴയും നായയുടെ ഓരിയിടലും കൂമൻ്റെ കരച്ചിലും കൂടാതെ നത്ത് കരയുന്നതും വവ്വാലിൻ്റെ ചെറുകടി ശബ്ദവും പാദസരത്തിൻ്റെ ശബ്ദവും ഒഴുകി. നോക്കുമ്പോൾ ഒരു കറുത്ത നിഴൽ. അതൊരു സ്ത്രീയായിരുന്നു. മുകളിലത്തെ 11-ാം മുറിയിൽ നിന്നുമാണ് ആ ശബ്ദമെന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടൻ തന്നെ നേരെ മുകളിൽ 11-ാം മുറിയിൽ ചെന്നതും അവിടുത്തെ പൂട്ടിക്കിടക്കുന്ന വാതിൽ ആരോ തുറന്നിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ നിഴൽ അവിടെ മുടിയഴിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി. എൻ്റെ കയ്യിലും കഴുത്തിലും ധരിച്ച ഏകസാധാരണ രക്ഷാബന്ധൻ്റെ ശക്തിയിൽ ആ നിഴൽ അന്തരീക്ഷത്തിൽ അരിഞ്ഞില്ലാതെയായി. ഇതിങ്ങനെ പല ദിവസവും തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ആ നിഴൽ